ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ ഇലക്ഷൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സ്റ്റേഷനിൽ പോകണം. സ്റ്റേഷനിൽ പോയിട്ട് ഒരു ബാഡ്ജ് കിട്ടും. ആ ബാഡ്ജും കുറച്ച് ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ സ്കൂളിൽ പോയി ബൂത്തിൽ നിന്ന് നമുക്ക് ഇലക്ഷൻ ചെയ്യുന്ന മെഷീനും കാർഡ്ബോർഡും നമ്മൾ കാർഡ്ബോർഡൊക്കെ വെച്ച് മറക്കത്തില്ല, അതൊക്കെ നമ്മൾ പോയി കളക്ട് ചെയ്യണം. അപ്പോൾ അവിടുന്ന് രാവിലെ ഒരു ചായയും വടയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് വരെ ഇലക്ഷൻ നടക്കുന്ന ബൂത്തിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കയറി ഇതെല്ലാം നമ്മളാണ് നോക്കേണ്ടത്. ആസ് എ സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് TDS സ്കൂളാണ്. അപ്പോൾ നമ്മൾ നേരെ TDS സ്കൂളിലാണ് പോകേണ്ടത്. നമ്മൾ കുറച്ച് ദൂരം പോയാൽ TDS സ്കൂളാണ്. അപ്പം ഈ സ്കൂളാണ് നമ്മുടെ ഈ എല്ലാം സൂക്ഷിക്കുന്ന സ്കൂള്. അങ്ങനെ TDS സ്കൂളിലെത്തി കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാം അവർക്ക് കുറേ ചെയ്യാനൊക്കെ ഉണ്ട്. ഓഫീസേഴ്സിനൊക്കെ ഒത്തിരി എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ ചെയ്യുമ്പോൾ ഞാൻ ചുമ്മാ ഇടയ്ക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ച് ബോറടിച്ചിരിക്കുന്നുണ്ട്. സീലൊക്കെ ചെയ്ത് ഇരിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ബോറടിയാണ്. നമ്മൾ കുറച്ച് ബോറടിച്ചാൽ മതി, പക്ഷേ കാശ് കിട്ടും. നമ്മൾ 2 ദിവസം നിൽക്കുന്നതിന് 2800 സംതിങ് നമ്മുടെ അക്കൗണ്ടിൽ വരും. അതെനിക്ക് അന്ന് വൈകിട്ട് തന്നെ നമുക്ക് അക്കൗണ്ടിൽ കാശ് വരുന്നതാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ ഇരുന്നു. പിന്നെ ഒരു ലഡ്ഡു കിട്ടി. പിന്നെ നമ്മൾ കുറച്ച് നേരം അത് കുറച്ച് എഴുതി ഒട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിച്ചിട്ട് പിന്നെ വല്ലപ്പോഴും ഒക്കെ പോലീസുകാർ വരും. അങ്ങനെ അതൊക്കെ നോക്കും, ഒന്ന് ഒപ്പിടിയിക്കണം, നമ്മളവിടെ ഉണ്ടെന്ന് വരുത്തുന്നുണ്ട്. പിന്നെ പഴം വരും, കാപ്പി പിറ്റേ ദിവസം രാവിലെ കാപ്പി വരും. അങ്ങനെ എല്ലാം ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അവിടെ NCC റൂമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇലക്ഷൻ തുടങ്ങുന്നതിൻ്റെ അവിടെ തന്നെ അപ്പുറത്തെ ബൂത്തിൽ 5-6 പേരൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ബൂത്തിൽ ആരും തന്നെ വന്നില്ലായിരുന്നു. പിന്നെ ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബൂത്തിലും 3-4-5 പേരൊക്കെ വന്നു. പിന്നെ അവരൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ട് കറക്റ്റായിട്ട് ക്യൂ നിന്ന്. നമ്മൾ ക്യൂ നിർത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ക്യൂ നിർത്തുക എന്നാണ് അവിടെ മെയിൻ ലക്ഷ്യം. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ എൻ്റെ അവിടെ ആൾക്കാരേ ഇല്ല. അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ബൂത്തിൽ കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിലും എൻ്റെ ബൂത്തിലും വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആൾക്കാർ വന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ വൈകിട്ടെല്ലാം പാക്ക് ചെയ്തൊക്കെ പോണ പരിപാടികളായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ +1 +2 10ാം ക്ലാസ്സിൽ SPC NCC NSS അങ്ങനെ ഏതിലുള്ളവർക്കും പോലീസ് സ്റ്റേഷന് നമ്മൾ ആധാറുമായിട്ട് കൊണ്ടുവന്നാൽ ഇലക്ഷൻ്റെ ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ പറയുന്നേക്കാം സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിനെ എടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്യൂട്ടി കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ പോയാൽ മതിയാവും. അങ്ങനെ രാത്രി നമ്മൾ രാവിലെ ഒട്ടിച്ചതൊക്കെ എല്ലാം പറിച്ച് കളഞ്ഞ് എനിക്കാണെങ്കിൽ അവിടെ നിന്ന് നല്ല രസമായിരുന്നു കേട്ടോ. 2 ദിവസം കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും അങ്ങനെയൊക്കെ. എന്നിട്ട് ഇതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് കുറച്ച് സങ്കടമൊക്കെ ആണെങ്കിലും നമ്മളൊരു ക്രീം ബണ്ണൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ബസ് വരും. രാവിലെ ഈ ബസ്സിൽ തന്നെയായിരുന്നു നമ്മൾ വന്നത്. ആ ബസ് തന്നെ തിരിച്ച് കുറേ ബൂത്തിലെ ആൾക്കാരൊക്കെ കൊണ്ട് നമ്മൾ തിരിച്ച് സ്റ്റേഷനിൽ പോകും. ഇതാണ് ഞാൻ. പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ അവർ ചോദിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് എടുത്തു കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് കറണ്ട് പോയിട്ട് അവിടെ ട്രാൻസ്ഫോമർ കത്തി. അതാണ് ഈ ഒരു ക്ലിപ്പ്. പക്ഷേ നല്ല രസമായിരുന്നു. അയ്യോ ചുപ്പ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സീൽ ചെയ്യുന്നത്. തീ വെച്ച് ഒരു കമ്പുണ്ട്, അത് വെച്ചിട്ട് ഒരു സീല് കൊണ്ട് കുത്തുമ്പോൾ അത് സീലാവും. എന്താണല്ലേ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുവാ പ്രത്യേകിച്ച് പറയാൻ ഒന്നും തന്നെ വന്നില്ല. അങ്ങനെ പറഞ്ഞറിയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് പറയണം കേട്ടോ. പിന്നെ രാത്രിയായി. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെയായിരുന്നു പോയത്. അതുകൊണ്ട് സ്കൂട്ടറിൽ നേരെ വീട്ടിലോട്ട് പോന്നു. ഇത് പോകുന്ന വഴിക്ക് ഒരു സെമിത്തേരി, ഇത് വേറെ ശവക്കൊട്ടപ്പാലം എന്ന് പറയും. ഒത്തിരി ശവങ്ങൾ
സെമിത്തേരി ഉള്ള ഒരു പാലമാണ്. പിന്നെ തുമ്പോളിപ്പള്ളി പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അവിടെ നല്ല ബ്ലോക്കൊക്കെയും കിട്ടി. അങ്ങനെ സ്പീഡിൽ രാത്രി വീട്ടിലെത്തി. വീട്ടിലൊരു 10:30 11 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി.